നോർക്കയിലൂടെ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ വ്യക്തികളല്ല, നമ്മൾക്കെല്ലാവർക്കും കൂട്ടായ്മയിലൂടെ ഇവിടുത്തെ പാവപ്പെട്ടവരും അശരണരും നിരാലംബരുമായി കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായി ഉയർത്താൻ വേണ്ടി നമ്മളെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ നിക്ഷേപ സാധ്യതകൾ കേരളത്തിലേക്ക് എത്തിക്കണമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ലോക കേരള സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സ്റ്റാർട്ടപ്പുകൾ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ തുടങ്ങി പുതിയ സാധ്യതകൾ കേരളത്തിലുണ്ട്. കേരളത്തിന്റെ എക്സ്പോർട്ട് കൂട്ടാനുള്ള സാഹചര്യങ്ങളും ഡിജിറ്റൽ യുഗത്തിൽ ഡാറ്റാ സെന്ററുകൾ അടക്കം കേരളത്തിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കണമെന്നും MA യൂസഫ് അലി പറഞ്ഞു. നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മളെക്കൊണ്ട് കേരളത്തിൻ്റെ പുരോഗതിയിലും ഉന്നമനത്തിലും ഭാവി തലമുറയ്ക്കും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ എന്തെല്ലാം സംഭാവനകൾ വിദേശ മലയാളികളായ നമ്മൾക്ക് നമ്മുടെ സംസ്ഥാനത്തിനും ഈ രാജ്യത്തിനും വേണ്ടി ചെയ്യാൻ സാധിക്കും എന്നത് ആത്മാർത്ഥമായി ചർച്ച ചെയ്യാനാണ്. ഒന്ന്. രണ്ട്, വിദേശ മലയാളികളായ നമ്മൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കപ്പെടാം, അത് ചർച്ച ചെയ്യലാണ്. മൂന്ന്, കേരളത്തിൻ്റെ ഭാവി തലമുറയുടെ പുരോഗതിക്ക് വേണ്ടി കേരളത്തിൻ്റെ വ്യാപാര മണ്ഡലം, അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഏരിയ, അതല്ലെങ്കിൽ പ്രോസസ്സിങ് ഏരിയ, അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കേരളത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി ചർച്ച ചെയ്യാനാണ്. ഈ മൂന്ന് ഏരിയകളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം 800 സ്റ്റോളുകളുള്ള ഗൾഫ് ഫുഡ് ഒരു ഭാഗത്തും 1100 സ്റ്റോളുകളുള്ള ഗൾഫ് ഫുഡ് എക്സ്പോ സെൻറ്ററിലും, അങ്ങനെ 2 ഭാഗങ്ങളായി വലിയൊരു വലിയൊരു ഫുഡ് പ്രോസസ്സിങ് ഗൾഫ് ഫുഡ് നടക്കുകയുണ്ടായി. അതിൽ ഇന്ത്യൻ പവലിയനിൽ ഞാൻ പോയി കണ്ടപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ഒരുപാട് പുതിയ ഇന്നൊവേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ഭക്ഷണ ഫുഡ് പ്രോസസ്സിങ് ലെവലിൽ, ഭക്ഷ്യ സംസ്കരണ ലെവലിൽ ഇന്ന് കേരളത്തിൽ നിന്ന് പുതിയ നമ്മുടെ പുതിയ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കാണുകയുണ്ടായി. അങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യം ആ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച് വലിയ മാനുഫാക്ചറിങ്, പ്രോസസ്സിങ് യൂണിറ്റാക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ്. കാരണം കേരളത്തിൽ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ, കാരണം ഹെൽത്ത് കോഷ്യസ് ആണെന്ന് ലോകം മുഴുവൻ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയബറ്റിക് ഫുഡ്, ഡയറ്റ് ഫുഡ്, എഗ് ഫ്രീ, ഷുഗർ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, ഓർഗാനിക്, അങ്ങനെയുള്ള പല ലെവലിലേക്ക് ഇന്ന് ഭക്ഷണ സംസ്കരണ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് മുഴുവൻ നിക്ഷേപിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ്, അതായത് 10, 50, 100 ആളുകൾ ഓരോ യൂണിറ്റിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിൻ്റെ എക്സ്പോർട്ട് കൂട്ടാനുള്ള വലിയൊരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. 2, ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ, അറിവും പ്രാപ്തിയും കഴിവുമുള്ള യുവാക്കൾ ഇന്ന് വളരെ ഉന്നതിയിലാണ് പഠിച്ചിട്ട്. അതിന് വേണ്ടത്
ഡാറ്റാ സെൻ്ററുകളടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കുകയും ലോകത്തെമ്പാടുമുള്ള കമ്പനികളിലേക്ക് ഔട്ട്സോഴ്സിങ്, കോൾ സെൻറ്റേഴ്സ്, അങ്ങനത്തെ സ്ഥിതിയിലേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി കേരളത്തിന്റെ വ്യാപാര മേഖലയിൽ എങ്ങനെ നിക്ഷേപം നടത്താൻ കഴിയുമെന്നതും ചർച്ച ചെയ്യണം. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ മികച്ച തൊഴിലവസരം നേടിയെടുക്കാനുള്ള പദ്ധതികളും നിക്ഷേപങ്ങളും സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഭാവി തലമുറ പുറത്തുപോയി ജോലി അന്വേഷിച്ച് യൂറോപ്പിൻ്റെ തെരുവീഥികളിൽ, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ തെരുവീഥികളിൽ, അമേരിക്കയുടെ തെരുവീഥികളിലൊക്കെ ഇങ്ങനെ ഞാൻ കുട്ടികളെ കാണാറുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ ഔട്ട്സോഴ്സിങ്ങിന് ഏറ്റവും വലിയ ചാൻസാണ്. ഞങ്ങളുടെ തന്നെ 3500 ആളുകൾ കൊച്ചിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഔട്ട്സോഴ്സിങ്. കാരണം ഇവിടെ ബുദ്ധിയും പ്രാപ്തിയും കഴിവും തൻ്റെയിടവുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവൈലബിളാണ്. അതും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, വിദ്യാഭ്യാസപരമായി നമ്മൾ ഏറ്റവും ഉയർന്നവരാണ്. ആ വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഇന്ന് നമ്മൾ പുറത്തു പോയി പഠിക്കുന്നതിന് പകരം ലോകത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ വേണ്ടി ഉള്ള സാഹചര്യം ഉണ്ടാക്കുക. അത് ഒരു വ്യക്തിക്കോ ഒരു കമ്പനിക്കോ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്രൗഡ് ഫണ്ടിങ് പലരും നിക്ഷേപിച്ചുകൊണ്ട്, കാരണം പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്നത് സംസാരിച്ച് തുടങ്ങുന്നതിന് തന്നെ മുമ്പ് നമ്മൾ PPPയിൽ ലോകത്തിന് തന്നെ മാതൃക ഒരു എയർപോർട്ട് ഉണ്ടാക്കിയവരാണ്. ഇന്ന് ആ എയർപോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 50 to 60% ഡിവിഡൻഡ് കൊടുക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങൾ നമ്മൾക്ക് കേരളത്തിൽ കൂട്ടായ്മയിലൂടെ സാധ്യമാകാം. അപ്പോൾ ആയതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും ഇത് ഈ 2 ദിവസം നമ്മൾക്കും നമ്മുടെ ഭാവി തലമുറക്കും കേരളത്തിൻ്റെ ഭാവി തലമുറയ്ക്കും ഉപകാരപ്രദമായ ചർച്ചകളിലൂടെ മുന്നോട്ട് വരുന്ന അഭിപ്രായങ്ങൾ നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചാൽ അത് ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്യുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അതുകൂടാതെ ഞാനും മരണപ്പെട്ടു പോയ എൻ്റെ ആത്മസുഹൃത്ത് CK മേനോനും കൂടി നോർക്കയിൽ വിദ്യാഭ്യാസ ലോൺ ഞങ്ങൾ 2 കൂട്ടരും മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നോർക്ക ലോൺ സിസ്റ്റം ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ JK ഉണ്ട് എൻ്റെ അടുത്ത്. അതിലൂടെ ഞങ്ങൾ ഒരുപാട് നോർക്കയിലൂടെ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 1-2 വ്യക്തികളല്ല, നമ്മൾക്കെല്ലാവർക്കും കൂട്ടായ്മയിലൂടെ ഇവിടുത്തെ പാവപ്പെട്ടവരും അശരണരും നിരാലംബരുമായി കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായി ഉയർത്താൻ വേണ്ടി നമ്മളെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. കാരണം നമ്മൾ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ അറിവും പ്രാപ്തിയും ഉള്ളവരാണ്. ഇപ്പം ഞാനിവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്തുക്കളെ കണ്ടു, ഗൾഫിൽ നിന്നുള്ള സുഹൃത്തുക്കളെ കണ്ടു, അമേരിക്കയിൽ നിന്നുള്ളവരെ കണ്ടു. അപ്പോൾ ഞാൻ സിഡ്നിയിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ സിഡ്നിയിൽ നിന്നാണ്. ഞാൻ 1985 സിഡ്നിയിലും അതിൻ്റെ അടുത്ത് മഡ്ജിയിലും അതിൻ്റെ അടുത്തുള്ള 3 സിസ്റ്റേഴ്സിലൊക്കെ കാണാൻ പോയിട്ടുണ്ട് 1985. അപ്പോൾ അവിടെ ഇപ്പം ഒരുപാട് മലയാളികൾ ഓസ്ട്രേലിയയിലുണ്ട്, കാനഡയിലുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. പക്ഷേ ഈ വക രാജ്യങ്ങളിൽ കൂടുതലുണ്ട്. അവരപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളവിടെ പോയി കേരളത്തിന് എന്ത് സഹായം ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട്
എനിക്ക് മനസ്സിൽ ഉരുത്തിരിഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, തീരുമാനമെടുക്കാം. ജയ് ഹിന്ദ്. പ്രവാസി സഹോദരങ്ങൾക്ക് അഭിപ്രായം പറയുവാനും ആശയം പങ്കുവെക്കുവാനുമുള്ള വേദിയാണ് ലോക കേരള സഭയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് പോയ പ്രവാസി സഹോദരങ്ങൾ കേരളത്തിൻ്റെ ഭാഗമായാണ് എപ്പോഴും ജീവിക്കുന്നത്. മഹാഭൂരിഭാഗം പേരും അതിൽ മഹാഭൂരിഭാഗം പേർ കേരളത്തിനോടൊപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പോൾ പ്രവാസി സഹോദരങ്ങൾ സാധാരണഗതിയിൽ കേരളത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെയും ഒപ്പം പ്രതികരിക്കുന്നവരാണ്. ആ പ്രശ്നത്തിൽ വികാരം കൊള്ളുന്നവരാണ്. ഇവിടെ ജീവിക്കുമ്പോഴുള്ളതിനേക്കാളും കൂടുതൽ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല. പക്ഷേ അവർക്കൊന്നും നമ്മുടെ നാട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വേദിയുണ്ടായിരുന്നില്ല. അവർക്കൊന്നും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേദിയുണ്ടായിരുന്നില്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒട്ടേറെ പ്രതിഭകൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്നവർ, അത്തരം ആളുകളുടെ അറിവും അനുഭവവും അവർ നേടിയിട്ടുള്ള വിജ്ഞാനവും നമ്മുടെ നാടിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയണ്ടേ? അതിനുവേണ്ടി ആദ്യം ആരംഭിച്ചത് അവരെ ബന്ധപ്പെടാനൊരു നീക്കമായിരുന്നു. പക്ഷേ അത്തരം നീക്കങ്ങൾ എല്ലാം ഫലപ്രദമാകില്ല. എന്നാൽ നല്ല രീതിയിൽ തന്നെ അത്തരം നീക്കങ്ങൾ നടക്കുകയുണ്ടായി. അതോടൊപ്പം ഉയർന്നു വന്ന ചിന്തയാണ്, ഒരു വേദി ഒരുക്കാൻ പറ്റില്ലേ? നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള, അവർക്ക് അഭിപ്രായം പറയാനുള്ള, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വേദി ഒരുക്കാനാകില്ലേ? ആ ചർച്ചയിൽ നിന്നാണ് ഇത് ലോക കേരള സഭ എന്ന വേദി രൂപം കൊള്ളാൻ ഇടയായത്. അന്ന് ലോക കേരള സഭ ഇവിടെ പറഞ്ഞു 2018 നമ്മൾ ആദ്യത്തെ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആശങ്കകൾ, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവേ സ്വീകാര്യതയാണ് ഉണ്ടായത്. നല്ല രീതിയിൽ എല്ലാവരും അത് സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മൾ നല്ല നിലക്ക് തന്നെ ലോക കേരള സഭ സംഘടിപ്പിച്ചു. ഇപ്പോൾ 5ാമത്തെ സമ്മേളനത്തിലേക്ക് പോകുന്നു. ഈ 5 സമ്മേളനങ്ങളിലും തുടർച്ചയായി ഇതിൻ്റെ ഭാഗമായ ആൾക്കാരാണ് നിങ്ങളിൽ പലരും. ഇപ്പോൾ ലോകത്ത് തന്നെയുള്ള ഏത് ഭാഗത്തുള്ള പ്രവാസി സഹോദരങ്ങളും ലോക കേരള സഭ അംഗത്വം ഒരു പ്രധാന സ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആ തരത്തിൽ ഇടപെടാൻ അവർക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഇവരെ നല്ല രീതിയിൽ ബന്ധപ്പെടാനും കഴിയുന്നുണ്ട്.
അപ്പോൾ വലിയ തരത്തിൽ കേരളം വിശ്വകേരളമായി വളർന്നു എന്നതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത. ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ രവിപിള്ള ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാന്യരായ പ്രസീഡിയം അംഗങ്ങളെ, പ്രിയപ്പെട്ട ലോക കേരള സഭയിലെ പ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, കേരളം എന്നത് വെറുമൊരു ഭൂപടമല്ല, മറിച്ച് ലോകമെമ്പാടും പറന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ ജനതയുടെ വികാരമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് 5ാം ലോക കേരള സഭ സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. 2018 ഈ ആശയം രൂപപ്പെട്ടത്. 35 രാജ്യങ്ങളിൽ നിന്നും 125 രാജ്യങ്ങളിലേക്ക് ഈ ലോക കേരള സഭ വളർന്നു എന്നുള്ളതാണ്. നൂറ്റാണ്ടുകളായി വിദേശ രാജ്യങ്ങളിൽ തൊഴിലും ജീവിതവും കരുപ്പിടിപ്പിച്ചിരുന്ന മലയാളികൾ കേരളത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ്. അവരുടെ അറിവും കഴിവും അനുഭവസമ്പത്തും സംസ്ഥാന വികസനത്തിന് വേണ്ടി ക്രിയാത്മകമായി നാം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് പ്രവാസികൾക്കായ മലയാളികൾക്കായുള്ള ഒരു പൊതുവേദി എന്ന നിലയിൽ ലോക കേരള സഭ സാക്ഷാത്കരിക്കപ്പെടുന്നത്.